എന്നുള്ളതിന് സന്ദേശം പ്രത്യേകിച്ച് സന്ദേശമൊന്നുമില്ല, എല്ലാവരും വന്നിട്ടുണ്ട്. എക്കണോമിക്സ് നമ്മൾ തുടങ്ങിയത് തന്നെ ആസ് എ ഫ്രൂട്ട്ഫുൾ സബ്ജക്റ്റ് എന്നാണ്. മറ്റ് സബ്ജക്റ്റുകൾ എക്കണോമിക്സ് ഫ്രൂട്ട്ഫുള്ളുമാണ്. അതൊക്കെ ഈ കാണുന്നത് ഇവിടെ വരാത്തവർ അസൗകര്യം കൊണ്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും മനസ്സിലുണ്ട്. അവരെ മനസ്സിൽ ചെറുപ്പുകൾ വർക്ക് നെല്ലിയാക്കി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ അവിടെ ഉപയോഗിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് പെർഫോം അവർക്ക് കാണിച്ചു കൊടുക്കുക. അടുത്ത പ്രാവശ്യത്തിൽ അവർ മറക്കാനുള്ള വരുന്നൊരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. വേറെ വന്നതിന് വളരെ സന്തോഷം. കാരണം കൂടുതൽ അടുത്തിടപെട്ടില്ലെങ്കിലും ഒരു സൈഡല്ല, ഒരു അകലത്തിനപ്പുറം നിന്ന് പേടിക്കുകയും പാത്രം പെരുമാറുകയും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരു 40% ഇത് കൊണ്ട് നടത്തുന്നതുകൊണ്ടാണ് മറ്റ് മേഖലകളിൽ തേടി പോകുന്നത്. തൊഴിൽ എന്നുള്ള നിലയിൽ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിയത് ആ എക്കണോമിക്സ് പഠിച്ചതിൻ്റെ ബലം കൊണ്ട് തന്നെയാണ്. അതുപോലെ വേറെ നിങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റർപ്രണർഷിപ്പിൻ്റെ 4-5 ട്രെയിനിങ്ങുകൾ കണ്ണൂർ ഗൂഡ്സിൻ്റെ ട്രെയിനിങ്ങുകളൊക്കെ പോയിരുന്നു. യുവജനക്ഷേമ ബോർഡിൻ്റെയും നോർക്കയുടെയൊക്കെ ട്രെയിനിങ്ങിൽ പോയിരുന്നു. അവിടെ നിന്നാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്ന് മാറി അങ്ങോട്ട് പോകാന്നുള്ള ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ വന്നു പങ്കെടുത്തു, എല്ലാവരുമായിട്ട് ഒന്ന് കാണാനുള്ള ഒരു അവസരം. എന്തായാലും ഗ്രൂപ്പിൽ സജീവമാകാനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ചില സ്റ്റോക്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ തിരക്കിലായിരുന്നു. അതിൻ്റെ കയറി വന്ന് നിങ്ങളെടുത്തില്ല അപ്പുറമില്ലാത്ത ആളുണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അത്യാവശ്യം പോസ്റ്റുകളോ ഒന്ന് ലൈക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, അതൊക്കെ എനിക്ക് നിലവിൽ അപ്പുറം പറ്റില്ലായിരുന്നു. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വെറും ഭക്ഷണം കഴിക്കാനൊക്കെ എടുക്കുന്ന ഒരുക്കിയിട്ട് ഓടിയിട്ടുണ്ടാവും. പല കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ട്. അപ്പോൾ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട് ഇപ്പോഴെല്ലാം. പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം അറിയുന്നുണ്ട്. സാധുമാരായ ഒരുപാട് ആൾക്കാരുണ്ട്, മറ്റു മേഖലകളുണ്ട്, പ്രത്യേകിച്ച് പതിനൊന്ന് ആളുകൾ. ഇനിയും സാധി പറഞ്ഞതുപോലെ ഈ ഒരു വിജയം നമുക്ക് അടുത്ത ലെവലിലേക്ക് ചെയ്യാം. കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അതിൽ സാഹിത്യത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയുണ്ട്. 13 ലക്ഷം പേരുണ്ട് അതിനാണ്. അതിൽ നിന്ന് നമുക്ക് പ്രളയം, ദുരിതം, രോഗം, എഡ്യൂക്കേഷൻ ഇങ്ങനെ മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി തയ്യാറാണ്. 13 ലക്ഷം പേര് $1 വെച്ച് അവർ തന്നാൽ 228 രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. $1 വെച്ചെടുത്താൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ അത് അടുത്ത മാസം അതിൻ്റെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് ലോഞ്ച് ചെയ്യും. ആ സമയത്ത് നമുക്ക് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. ഇപ്പോൾ 2 ഷാജി സാറ് പറഞ്ഞു, സാറ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെയാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റിട്ടിരുന്നു, ഷാജി കമന്റ് ചെയ്തിരുന്നു, നമ്മൾ വിജയിച്ചവരാണ്. നമുക്ക് ഈ വിജയത്തിൽ നിന്ന് ലോകത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളില്ല. അതിലേക്ക് ഇറങ്ങണം തന്നെയാണ് ഞാനിപ്പോഴും സാറ് പറഞ്ഞ പോലെ ആവർത്തിക്കുന്നത്. സാറ് ചെയ്യുന്നതിന് കൂടെ ഞങ്ങൾ ആരെങ്കിലും പൊതുവെ മൈക്കിലേക്ക് പറയാൻ കോൺഫിഡൻസ് ഇല്ല. കോളേജിൽ പഠിക്കുന്ന സമയം പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചില്ല. കാരണം ആ സമയത്ത് ഞാൻ നേരപ്പോട്ട് ചോദിച്ചാൽ ഒരു ഫാൻസി കട, ഒരു കുട്ടീസിൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. 4 വർഷം നോക്കി. അപ്പോൾ വിശ്വഭാരതി കോളേജിലെ അധ്യാപകരെല്ലാം സോളമാർക്ക് നമ്മൾ കൊടുത്ത് മുദ്രയ്ക്ക് ബസ് കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനിടയിൽ പഠിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു. അത് പാർട്ട് ടൈം തൊഴിലിനുള്ള ഏറ്റവും വലിയ അവസരമാണത്. ആ ഒരു മോഡലാണ് സാറ് കാണിച്ചത്. ഒരേ സമയം സ്ഥാപനം നടത്തുകയും പഠിക്കുന്ന സമയത്ത് തൊഴിലെടുത്തുകൊണ്ട് അതെ 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 സാറിനൊക്കെ എവിടെ കണ്ടാലും ഞാൻ അങ്ങോട്ട് കയറിയിട്ട് സാറിൻ്റെ ബസ്സിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഞാൻ സാറിന് ഓൾ സാറിനാണെങ്കിലും പിന്നെ സാറിനാണെങ്കിലും ബ്ലൗസ് സാറിനാണെങ്കിലും കണ്ട് അങ്ങോട്ട് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ കണ്ടതൊക്കെ സാറിന് നാരായണല്ലേ എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ആരെ കണ്ടാലും ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരാളാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ. അപ്പം സാറിനൊക്കെ ആ ക്ലാസ് അതൊക്കെ കേട്ട് ശരിക്കും അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മുഖത്ത്. കാരണം എവിടെ പോയാലും കോൺഫിഡൻസ് കിട്ടുന്നത് നമ്മൾ ഈ ആ പഠിച്ച ആ കാലഘട്ടത്തിലെ കാര്യങ്ങളുള്ളത് തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതാണ് ഞാൻ. അപ്പം എന്തായാലും ആ ഗംഭീരമായ ആ ക്ലാസ്സുകൾ അത് എപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ എപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട്. അതെ അതെ. അപ്പം ഒരു ഔദ്യോഗികമായിട്ടൊരു വലിയ നിലയിൽ എത്താൻ പറ്റും.
10-27 വർഷമായിട്ട് പിന്നെ അതിൽ ഇൻകം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കുടുംബവും എല്ലാം നല്ല രീതിയിൽ പോകുന്നു. എല്ലാം ദൈവത്തിൻ്റെ ആ ഇതിൽ. അപ്പം സാറിൻ്റെ ആ ഒരു ബിസിനസ് സാർ വന്നതിലും സാറിൻ്റെ പ്രശ്നങ്ങളുടെ ശ്രദ്ധാർത്ഥം നിർത്തുകയായിരുന്നു ഞാൻ. അപ്പം വന്നതിലെനിക്ക് ഇന്ന് വന്നാൽ നമ്മുടെ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. അത് നിറഞ്ഞ ആ സന്തോഷം മനസ്സിൽ നിറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആരെങ്കിലും സാറിൻ്റെ സാന്നിധ്യത്തിന് പറഞ്ഞത് കടന്നു വരാം. പറയുമ്പോൾ ആരെയും സ്പിരിറ്റാണ് എല്ലാത്തിനും പുറകില് ചിരി ഡയലോഗാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ല വേണം, മൈക്ക് വേണം, മൈക്ക് വേണം. നിങ്ങളെ സൗണ്ടിലെ ഗാംഭീര്യം മനസ്സിലാക്കട്ടെ നമ്മൾ. അത് പക്ഷേ യൂട്യൂബിൽ കയറ്റാം. യൂട്യൂബിൽ കയറ്റി ലിങ്ക് തരാം. അപ്പൊ സാറ് വന്നൊരു ഭയങ്കര സെക്കൻഡ് ഇരിക്കുന്നതുകൊണ്ട് എനിക്കിട്ട് വരുമ്പോൾ പേടിച്ചിട്ട് സാർ ഇരിക്കുന്നു. ക്ലാസ് വെള്ളം നേരം മുഴുവൻ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകുമായിരുന്നു. സാറിന് പുറത്തേക്ക് കിടന്ന് കാണുമ്പോൾ എന്തൊരു ആശ്വാസം. ഇപ്പൊ സാറിന്റെ ഇഷ്ടം പേടിയില്ല. കാരണം അല്ല, ഇപ്പൊ എക്സാംസ് എന്താണെന്ന് ജീവിതത്തിൽ പഠിച്ചു. അത് കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും ഡെഫിനേഷൻ പറയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ പറയാനില്ല. എല്ലാവരും ശരിക്കും അത് പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇവരെന്നെ ജനുവരി 9 ചേർന്നത്. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഒത്തിരി എനിക്ക് ചേഞ്ച് തോന്നി. കാരണം എന്താ ഞാൻ പറഞ്ഞ ലൈഫ് മക്കളില്ല, അവന് വേറെ ഒന്നുമില്ല. ഹസ്ബൻഡ് വർക്കിനായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു ലൈഫായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവരെ എടുത്ത് ഇതിലെല്ലാവരും ഒരേ സമയമല്ല ഫ്രീ. അപ്പൊ ഓരോരുത്തരായിട്ട് വരും, മാറി കഴിക്കും, പിന്നെ വരും, നമ്മുടെ പണി ചെയ്യും, പിന്നെ തിരിച്ചു വരെ ക്ലാസ്മേറ്റ്സ് നോക്കും. ഇത് തന്നെ പരിപാടി. കാരണം എനിക്ക് ഒത്തിരി ജീവൻ വെച്ചു നിങ്ങളെല്ലാവരും വന്നതിന് ശേഷം. എന്റെ ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും എൻകറേജ് ചെയ്യുന്നതാണ്. എന്നോട് പറയും, നീ അതിന് അവരോട് വർത്താനം പറയുമോ, നീ അവരെ കാണുമോ, വിളിക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ആ ഗ്രൂപ്പ് തുടങ്ങിയ ശേഷം നിനക്കൊരു ഉണർവ് വന്നിട്ടുണ്ട്. എന്നെ സമാധാനം കിട്ടിയിട്ടുണ്ടോ? പുള്ളി രക്ഷപ്പെട്ടു, അതാണ് സത്യം. ഇനി 30 വർഷം കഴിഞ്ഞ് നമ്മൾ എനിക്ക് വീട്ടിലും സപ്പോർട്ടുണ്ട്, നാട്ടിലും സപ്പോർട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അന്നത്തെ ആ 20 വയസ്സുള്ള മനസ്സിൽ 50 വയസ്സുള്ള മനസ്സ്, പക്ഷെ അന്നത്തെ നിന്നും കുട്ടികൾക്കിരിക്കുമ്പോൾ നമ്മളൊന്നും ചേർന്ന് തന്നെ ചെയ്യുന്നത്. കാരണം രണ്ടു മൂന്ന് വീണു, സെപ്രഷൻസ് എല്ലാവർക്കും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ കുറെ അന്ന് സാരി ഉണ്ടല്ലോ, ഇന്ന് ചുരിദാറാണ് വന്നിരിക്കുന്നത്. കോഴി കെട്ടേണ്ട അങ്ങനെ എല്ലാവരെയും ഇനി കണ്ടിന്യൂ ചെയ്യുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാനും കണ്ടിന്യൂ ചെയ്യും. എല്ലാവരുടെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാകും. അല്ല 30 വർഷം കഴിഞ്ഞ് നമുക്കൊരു ഇതുപോലെ മീറ്റിംഗ് ആയിക്കോട്ടെ. നടക്കൂല. 90 വരില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതല്ലേ. എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ അധികം അതിനകത്ത് ഇടപെടാനുള്ള കാരണം എൻ്റെ ജോലിസംബന്ധമായ വീട്ടിൽ വന്നാലും ഫോണിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ആക്റ്റീവ് അല്ലാതെ. പിന്നെ സാറിനെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് മനസ്സിലാച്ചാൽ നമ്മുടെ സ്ത്രീ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ എക്കണോമിക്സ് വലിയ പിടിയില്ല. അപ്പോൾ സാറ് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും അതർ ഗ്രൂപ്പിൽ നിന്ന് വന്നവർക്ക് വേണ്ടി പറഞ്ഞിട്ട് പിന്നെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് ഞാൻ എപ്പോഴും സാറിനെ പറ്റി ഓർക്കും. കാരണം നമുക്ക് ഫിസിക്കൽ സയൻസ് ആണല്ലോ, അതുകൊണ്ട് എക്കണോമിക്സിനെ പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ സാറ് വീണ്ടും ആവർത്തിക്കും അതർ ഗ്രൂപ്പിൽ വന്നവർക്ക്. അത് പ്രത്യേകം സമീര
സാറ് സമയം നിങ്ങളാണല്ലോ, സാറിന് ഇങ്ങനെ സാറിന് വളരെ സന്തോഷം, നിങ്ങളാരും നോക്കാതെ സമയം നമുക്ക് എത്തിക്കോളും. സാറിന് 5 മിനിറ്റ് കൊണ്ട് എടുക്കാം. ഇവിടുന്നാണോ? സാറിന് പോകേണ്ടതുകൊണ്ട് സാറിന് ഇനി നമ്മുടെ ഷെയറിങ്ങും ചർച്ചകളും നമുക്ക് ഇനിയുള്ളത് നടത്താം. നമ്മൾ ഫുഡിന്റെ ആ നന്ദി പറയുന്ന സാറിരിക്കും നന്ദി പറയാം. ലാസ്റ്റ് നന്ദി പറയാനാണ്. അപ്പൊ സാറിന് ഫോട്ടോ എടുക്കും. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ജോഷിയുടെ മോളുണ്ട്, ഫോട്ടോ എടുക്കും. അപ്പൊ ബീന നന്ദി പ്രോഗ്രാം മൊത്തമായിട്ട് പറയാൻ വേണ്ടി ബീന ഇച്ചിരി നന്നായിട്ട് ഒരുങ്ങിയിട്ടാണ്. സമയം പോയതുകൊണ്ടില്ല, അത് ലാസ്റ്റ് ബീന നന്നായിട്ട് നന്ദി പറയാനുണ്ട്. അപ്പൊ സാറിനുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ പറയുന്നു. നന്ദി നമ്മുടെ വാക്കുകളിലൊന്നും ഒന്നുമില്ല. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഒരു കപ്പിട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിന് പകരം നിൽക്കാൻ നമ്മുടെ വാക്കുകൾക്കാവില്ല. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ചേർത്ത് വെച്ചാൽ അത് മുഴുവൻ സാറിനോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ മനസ്സും ഹൃദയവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശ ഗോപുരം തന്നെയായിരുന്നു സാറ്. പലരുടെയും ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു നിഷ്പാർത്തി എന്ന് പറയുന്ന ഈ സമാന്തര കലാലയം. അന്ന് പാലക്കുളയിൽ പഠിക്കുന്നു എന്ന് പറയുന്നത് പലർക്കും എന്തോ ഒരു കുറയല്ല. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു നിയോഗവും ഒരു ഭാഗ്യവുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ 17 വർഷത്തെ അധ്യാപനത്തിനിടയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ജോഷിസാറിനെ പോലെ എത്രയോ വിദ്യാഭ്യാസം നേടിയ ആള്, ജോത്സാറിനെ പോലെ ഒരാള് അതിൻ്റെ റോൾ മോഡലായി മനസ്സിലോർത്തിരിക്കുന്നെങ്കിൽ ആ വിശ്വഭാരതി ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനാണ് സാറ്. അപ്പോൾ എല്ലാ അധ്യാപകരും നമ്മുടെ കൂടെ ഉള്ളതുപോലെയാണ് സാറ് നമ്മുടെ കൂടെ വന്നപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത്. സാറിൻ്റെ ആ വാക്കുകൾ ഞാൻ ഈ സമീപകാലത്ത് ഞാൻ പ്രസംഗം നന്നായി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളാണ്, ആര് പ്രസംഗിക്കുന്നത്. പക്ഷേ സമീപകാലത്തെ ഹൃദയത്തിൽ ഇത്രയും ഹൃദയത്തിൽ തൊട്ട വാക്കുകൾ സാറിൻ്റേതുപോലെ വാക്ക് സമീപകാലത്തൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല. സാറിൻ്റെ സാന്നിധ്യം, സാറിൻ്റെ വാക്കുകൾ, സന്തോഷം, കണ്ണീര്, അവിടെ ലിസ്റ്റ് വന്നു സാറിന് മുഖത്തേക്കൊന്നും ഒഴിച്ച് അത് ഇങ്ങനെ നിലാവുദിച്ചതുപോലെ സാറിന് മുഖത്തൊരു സന്തോഷമുണ്ട്. അത് തീർച്ചയായും നമ്മളെല്ലാവരും ആയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. നമുക്കും ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക്, അത് നമ്മുടെ സങ്കടങ്ങളിലേക്ക്, പരിമിതികളിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, വിഷമങ്ങളിലേക്കൊക്കെ ഈ സന്തോഷം കടന്നു കയറും, നമ്മളെ ആശ്വസിപ്പിക്കും. തീർച്ചയായും ഈ സാന്നിധ്യത്തിന് 1000 നന്ദി. ഈ ജന്മത്തിൽ തീരാത്ത ഞങ്ങളുടെ കടപ്പാട് മുഴുവൻ ഗുരുക്കന്മാരോടും അതിൻ്റെ പ്രതീകമായി സാറിനോട് അറിയിച്ചുകൊണ്ട് ഈ സാന്നിധ്യത്തിന് ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ നിങ്ങൾ ഇന്നേ ഇതുപോലെ പൊട്ടി പറയുന്നുണ്ടാവും. എനിക്കൊരിക്കലും ചിന്തിക്കാൻ വേണ്ടി എല്ലാവർക്കും കൂടെ പൊക്കി പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ ഇപ്പോഴാണ് ഞാൻ എന്താ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്ര ഉണ്ടായിരുന്നു. സാധാരണ അധ്യാപകനാണ്. അപ്പൊ ഒന്നും ഞാൻ ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി